സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി പത്മിനിയോടും രാധികയോടും സൂര്യയോടുമായിട്ട് പറയണേ, ഞാനിപ്പോൾ തന്നെ പ്രിയങ്ക മോളെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ്. അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് അന്വേഷിക്കട്ടെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും ശരി, അവരെ ശിക്ഷിക്കുകയും ചെയ്യട്ടെ. അന്നേരം രാധിക പറയണേ, മുത്തശ്ശി ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പ്രിയങ്കയുടെ അവസ്ഥ വളരെ മോശം കണ്ടീഷനിലാണ്. ഡോക്ടേഴ്സ് ചികിത്സിക്കട്ടെ, അവൾക്ക് നല്ല ചികിത്സ ഇവിടെ കിട്ടുന്നുണ്ടെന്നല്ലോ. വെറുതെ ഞങ്ങളുടെ കുടുംബത്തോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് മുത്തശ്ശി പ്രിയങ്കയുടെ ജീവിതം വെച്ച് കളിക്കരുത്. ഈ സമയം സൂര്യൻ പറയുന്നുണ്ട്, അതേ മുത്തശ്ശി, അവൾക്കിപ്പോൾ നല്ല ചികിത്സ തന്നെയാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവൾ ഇവിടുന്ന് മാറ്റിയേ പറ്റുമെന്നാണെങ്കിലും ശരി, നാളെ രാവിലെ ഡോക്ടേഴ്സിനോട് സംസാരിച്ച് പ്രിയങ്കയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുത്താൽ പോരെ. അതുവരെ മുത്തശ്ശി ഒന്ന് വെയിറ്റ് ചെയ്യും. അന്നേരം മുത്തശ്ശി പറയണേ, ശരി, ഇന്ന് രാത്രി ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, പക്ഷേ നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോകണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഈ സമയം സൂര്യ പറയണേ, തൽക്കാലം നാളെ ആവട്ടെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെ സുകുമാരിയമ്മയെ തൽക്കാലത്തേക്കൊന്ന് സമാധാനിപ്പിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തുവാണ് കേട്ടോ. ഈ സമയം രാധിക ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്തിനാ മുത്തശ്ശിക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുക്കാൻ പോയത്? മുത്തശ്ശി ഇനി നാളെ എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല. അന്നേരം സൂര്യ പറയണേ, എന്താണെങ്കിലും നമുക്ക് വരുന്നെടുത്ത് വെച്ച് നോക്കാം. തൽക്കാലം അവരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ രാത്രി തന്നെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ലേ? പിന്നീട് കാണിക്കുന്നത് കൽപ്പനയും ഉർവശിയും കൂടി അവിടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാത്ത കാരണം ആകെ അങ്ങ് സങ്കടത്തിലിരിക്കുവാണ് കേട്ടോ. ഉർവശി ചോദിക്കണേ, കൽപ്പനെ, നിനക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചൂടെ? ഏട്ടത്തി വിളിക്ക്, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഒന്നറിയാൻ വേണ്ടി വിളിക്കുവാന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്താണെങ്കിലും ഞാനൊന്ന് അമ്മയെ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കോട്ടോ സൂര്യയുടെ കോൾ വരുന്നത്. അങ്ങനെ വേഗം തന്നെ കൽപ്പന ഫോൺ എടുക്കുക. ഹലോ സൂര്യ, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തായി? പ്രിയങ്കയ്ക്ക് ഇപ്പോൾ ഓക്കെ ആണോ? അന്നേരം സൂര്യ പറയണേ, പ്രിയങ്കയുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. ആണോ? ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? അതൊക്കെ ഞാൻ പറയാം. ആദ്യം എനിക്ക് മറ്റൊരു കാര്യം അറിയാനുണ്ട്. പ്രിയങ്കയുടെ ഈ അവസ്ഥയുടെ കാര്യം ആരാണ് ആറ്റുശ്ശേരിയിലെ സുകുമാരി മുത്തശ്ശിനെ വിളിച്ചറിയിച്ചത്? നീയാണോ? ഞാനോ? ഞാനൊന്നും ആരെ അറിയിച്ചിട്ടില്ല സൂര്യ. പിന്നെ താനല്ലെങ്കിൽ പിന്നെ ആരാ? ചെറിയമ്മയോ? എനിക്കറിയില്ല. ചെറിയമ്മ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. സൂര്യ നേരിട്ട് തന്നെ ചോദിച്ചോ? ചെറിയമ്മേ, സൂര്യക്ക് എന്തോ ചോദിക്കണമെന്ന് അങ്ങനെ പറഞ്ഞ ഫോൺ സ്പീക്കറിലിട്ട് ഉർവശി കൊടുക്കുക. എന്താ മോനെ? അന്നേരം സൂര്യ ചോദിക്കണേ, ചെറിയമ്മയാണോ സുകുമാരിയമ്മയെ പ്രിയങ്കയുടെ വിവരം വിളിച്ചറിയിച്ചത്? അയ്യോ, ഞാനോ? ഞാൻ അങ്ങനെ ചെയ്യുമോ മോനെ? ഒന്നുമില്ലെങ്കിലും വരണം എൻ്റെ മോനെ പോലെ തന്നെയല്ലേ. അവരെങ്ങാനും ഈ കാര്യം അറിഞ്ഞാൽ എന്തൊക്കെ പുകില ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനിതുപോലൊരു കൊടുങ്കൈ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ വിചാരിച്ചത് പ്രിയങ്കയെ കൊണ്ടുപോയി അത്യാവശ്യത്തിന് എന്തെങ്കിലും വെച്ചുകെട്ടിലൊക്കെ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുമെന്നാ. നിങ്ങൾ തിരിച്ചു വരാതായപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ പേടിച്ചിരിക്കുമായിരുന്നു ഇവിടെ. ഈ സമയം സൂര്യയാണെങ്കിൽ അധികം സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുവാണ്. അന്നേരം കൽപ്പന പറയണേ, ചെറിയമ്മേ, അവിടെ ആകെ പ്രശ്നങ്ങളായി തുടങ്ങി. സുകുമാരി മുത്തശ്ശി കളി തുടങ്ങിയിട്ടുണ്ട്. അവർ മിക്കവാറും ഹോസ്പിറ്റലിൽ പൊളിച്ചടുക്കിയിരിക്കും. അതിന് തന്നെയല്ലേ നമ്മളും കാത്തിരുന്നത് കൽപ്പനെ. പിന്നല്ലാതെ ഇത്ര നല്ലൊരു അവസരം കിട്ടിയിട്ട് നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കാതിരിക്കുന്നത്? ഇനി കാര്യങ്ങൾ വേണ്ട പോലെ സുകുമാരി അമ്മ തന്നെ കൈകാര്യം ചെയ്തോളും. മിക്കവാറും ഈ ആശുപത്രി വാസത്തോടെ വരുണും രാധികയും തമ്മിലുള്ള ഒന്നിച്ചുള്ള വാസവും ഏതാണ്ട് ഇല്ലാതാവും. അല്ലെങ്കിൽ അതിനുള്ള പണിയെല്ലാം സുകുമാരി അമ്മ ചെയ്തോളും. പിന്നീട് കാണിക്കുന്നത് സുകുമാരി അവിടെ പതിയെ ചാരിയിരുന്ന് ഉറക്കുന്നുങ്ങുവാണ് കേട്ടോ. ഈ സമയം പത്മിനിയും രാധികയും കൂടി ടെൻഷനിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ. അമ്മേ, എനിക്ക് ആലോചിച്ചിട്ടൊരു സമാധാനവും കിട്ടുന്നില്ല. മുത്തശ്ശി പറഞ്ഞതുപോലെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത മരണിൻ്റെ കാര്യം ഓർത്തിട്ട് മനസ്സിനൊരു സമാധാനം ഇല്ലമ്മേ. എന്താണെങ്കിലും മുത്തശ്ശി ഉറങ്ങുമല്ലേ, തൽക്കാലം നമ്മൾ മിണ്ടാൻ പോകണ്ട. ഉറങ്ങുവാണെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ, അത്ര നേരം സമാധാനം കിട്ടുമല്ലോ. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കോട്ടോ സുകുമാരി പെട്ടെന്ന് കണ്ണു തുറന്ന് എണീക്കുന്നത്. എന്നിട്ട് പറയണേ, എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ല. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇവിടെ നിന്ന് പോകുവാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണം. ഡിസ്ചാർജ് വാങ്ങി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. അയ്യോ സുകുമാരിയമ്മേ, നിങ്ങളിവിടെ ഇരിക്കുകയും ദയവേത് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പറയൂ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. അന്നേരം സുകുമാരി പറയണേ, എനിക്കങ്ങനെ പണമോ സ്വത്തോ ഒന്നും വേണ്ട. എനിക്ക് വേണ്ടത് എൻ്റെ മോളുടെ ഭാവിയാണ്. ഈ നിൽക്കുന്നവളുണ്ടല്ലോ, ഇവള് വിചാരിച്ചാൽ ഈ പ്രശ്നം ഇപ്പോൾ ഈ നിമിഷം തന്നെ ഒരു ഈച്ച പോലും അറിയാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്താ ഞാൻ ചെയ്യേണ്ടത് മുത്തശ്ശി പറ. അന്നേരം സുകുമാരി പറയണേ, നീ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നാ നീക്കോട്ട് ഇറങ്ങിപ്പോണം. വരുണിൻ്റെ ഭാര്യ പ്രിയങ്ക തന്നെയാണ്. അവൾ തന്നെ വരുണിൻ്റെ ഭാര്യയായി കണിമംഗലത്ത് ജീവിക്കണം. അത് മാത്രം നീ ചെയ്താൽ മതി. അന്നേരം രാധയ്ക്കാണെങ്കിൽ അത് കേൾക്കുന്നത് വല്ലാതെ ദേഷ്യം തോന്നുവാണ് കേട്ടോ. ഈ സമയം പത്മിനി പറയണേ, അതെങ്ങനെ നടക്കും? വരുണിൻ്റെ രാധികയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. എന്ത് ബന്ധം? പ്രിയങ്ക അവിടെ നിന്ന് പോയ സമയത്തുണ്ടാക്കിയ ബന്ധമല്ലേ അത്. എന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയിട്ട് ഒരു താലി കെട്ടങ്ങ് നടത്തി. ആ താലിക്കല്ലാതെ ഒരു വിലയില്ല.
പരമേശ്വരനും പത്മിനിയും കൂടി ശരിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുണിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തെങ്കിലും ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളും. പിന്നെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാം. അതെല്ലാം കേട്ട് രാധിക ദേഷ്യത്തിൽ സുകുമാരിനെ നോക്കുന്നുണ്ട്. ഈ സമയം പത്മിനി പറയണേ, അതെന്താണെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അന്നേരം മുത്തശ്ശനെ കണ്ടോ, നിങ്ങൾക്ക് പറ്റില്ല. പക്ഷേ എന്തു തന്നെയാണെങ്കിലും എൻ്റെ പ്രിയങ്കമോളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ പറഞ്ഞ് സുകുമാരിയമ്മ തന്നെ നിലപാട് വ്യക്തമാക്കുവാണ്ടോ. ഈ സമയം രാധികയും പത്മിനിയും ടെൻഷനായിട്ട് നിൽക്കുവാണ്. രാധിക പറയണേ, മുത്തശ്ശി ഇങ്ങനെ വാശി പിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? വരണിൻ്റെ കാര്യം ആലോചിക്കണ്ടേ? അന്നേരം പത്മിനി പറയണേ, എന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരെയും പിരിക്കണം എന്നല്ലേ അവർ പറയുന്നത്? അതിന് ഞാൻ എങ്ങനെ സമ്മതിച്ചു കൊടുക്കാനാ മോളെ? ഭഗവാനെ, എങ്ങനെയെങ്കിലും പ്രിയങ്ക കണ്ണു തുറന്നാൽ മതിയായിരുന്നു. അവൾ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞ് രാധിക പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും സൂര്യ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അതെ, പ്രിയങ്ക കണ്ണു തുറന്നു, വാ നമുക്ക് അകത്ത് കയറി കാണാം. അതേക്കുന്നതും സുകുമാരിക്കൊരു സങ്കടമാകുക. അവൾ കണ്ണു തുറന്നോ? ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമൊക്കെ എടുക്കായിരുന്നു. എന്താണെങ്കിലും ചെന്ന് കണ്ടേക്കാം. ഈ സമയം പ്രിയങ്ക അവിടെ കണ്ണു തുറന്ന് അവളുടെ അഭിനയം തുടങ്ങുവാണ്. അന്നേരം മുത്തശ്ശി അങ്ങോട്ട് ഓടിപ്പോയി പ്രിയങ്കയെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയം രാധികയും പത്മിനിയും സൂര്യയും എല്ലാവരും അവിടെ എത്തുവാണ്. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, ചേച്ചി ചേച്ചി എൻ്റെ ഭർത്താവ് എന്നെ തല്ലിയത് കണ്ടില്ലേ? ചേച്ചി അയാളോട് പ്രതികാരം ചെയ്യണം. എന്തിനാ എൻ്റെ ഭർത്താവ് എന്നെ തല്ലുകയും കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്? അന്നേരം മുത്തശ്ശി ചോദിക്കണേ, കേട്ടില്ലേ, അവളുടെ ചോദ്യം കേട്ടില്ലേ? എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്ന ഒരാളല്ലോ, ഇതിനെന്താ ഉത്തരം കൊടുക്കാത്തത്? അന്നേരം പത്മിനി പറയണേ, മോളെ, നീ നിൻ്റെ സ്ഥാനം മറന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടല്ലേ അവൻ നിന്നോട് ദേഷ്യപ്പെട്ടത്. എന്ത് സ്ഥാനം മറന്നു? അവൾ അവളുടെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് എല്ലാം ചെയ്തത്. നിങ്ങളൊക്കെ അത് മറന്നുപോയത്. ഈ കിടക്കയിലും എൻ്റെ കുഞ്ഞിനെ വിചാരണ ചെയ്യാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ഈ സമയം അവിടുത്തെ ബഹളം കണ്ട് സിസ്റ്റർ അങ്ങോട്ടേക്ക് വരിക. എന്താ ഇങ്ങനെ പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എല്ലാവരും പുറത്തേക്ക് പോയിക്കേ. അങ്ങനെ രാധികയും പത്മിനിയും സൂര്യയൊക്കെ പുറത്തേക്ക് പോകുവാണ്. ഈ സമയം മുത്തശ്ശി പ്രിയങ്കയോട് ചോദിക്കണേ, എടി എന്ത് പണിയടി കാണിച്ചത്? നീ എന്തിനാ കണ്ണു തുറന്നത്? ഇവിടെ മുത്തശ്ശി ചില കാര്യങ്ങൾക്കൊക്കെ ഇന്നത്തോടെ തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ നീ കണ്ണു തുറന്നെല്ലാം നശിപ്പിച്ചില്ലേ? അയ്യോ, അങ്ങനെയാണോ? എന്നാൽ ഞാൻ വീണ്ടും ബോധം പോയതുപോലെ കിടക്കാം. വേണ്ട, ഇനിയിപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മറ്റൊരു വഴി നോക്കാം. എന്താണെങ്കിലും നമ്മൾ നമ്മുടെ ലക്ഷ്യം കാണാതെ അടങ്ങില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് പത്മിനി രാധികയോട് പറയണേ, മോളെ, എന്താണെങ്കിലും പ്രിയങ്കയ്ക്ക് കണ്ണു തുറന്നല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ അവൾക്ക്. നീ അത് കാരണം വീട്ടിലേക്ക് ചെല്ല്. അയ്യോ വേണ്ടമ്മേ, അമ്മയ്ക്കല്ലേ റെസ്റ്റ് ആവശ്യം, അമ്മ ചെല്ല്. മോളെ, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. നീ ഇവിടെ നിൽക്കുന്നത് കണ്ടാലാ അസുകുമാരി നമുക്ക് ദേഷ്യം കയറുന്നതും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. തൽക്കാലം നീ ഇല്ലെങ്കിൽ അവരങ്ങ് കുറച്ച് നേരമെങ്കിലും മിണ്ടാതിരുന്നോളും. അതാ പറഞ്ഞത്. നമ്മൾ വീട്ടിലേക്ക് ചെല്ലേ. വരുണിനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ് രാധികയെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ സൂര്യയോട് പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ് കേട്ടോ. അവിടെ മുത്തശ്ശിക്കുള്ള ചായമായിട്ട് റൂമിലെത്തുന്ന യശോദ കാണുന്നത്. മുത്തശ്ശി അവിടെയൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ വീട്ടിലെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നടക്കുവാണ്. ദേവനെ കാണുമ്പോൾ ദേവനോട് ചോദിക്കണേ, ദേവേട്ട, അമ്മയെ കണ്ടോ? രാവിലെ മുതൽ ഇവിടെയൊന്നും കാണുന്നില്ല. അമ്മ എന്താ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒന്നും മിണ്ടാതെ പോകുന്നത്? നമ്മൾ ടെൻഷൻ അടിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് എന്താ ഇത്ര സന്തോഷമാണോ? ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് അവ പോയിട്ടുണ്ടാവുക? ഞാനെന്താണെങ്കിലും ഒന്ന് പുറത്തൊക്കെ ചെന്ന് അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ദേവൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് സൂര്യപത്നിയോട് പറയണേ, അമ്മേ, ഡോക്ടർ നമ്മളെ വിളിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ചെല്ലാം. അന്നേരം മുത്തശ്ശി വരാൻ തുടങ്ങുക. അത് കാണുമ്പോൾ സൂര്യ പറയണേ, തൽക്കാലം മുത്തശ്ശി വരണ്ട. അതെന്താ ഞാൻ വന്നാൽ? അല്ല, രണ്ടുപേരും കൂടി അങ്ങ് പോയാൽ മതിയല്ലോ, എല്ലാവരും കൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ. അതാ 3 പേര് ചെന്നാൽ ആ ഡോക്ടർ എന്താ അവിടെ നിന്ന് ഓടി പോകുമോ? ഓ, ഞങ്ങളൊന്നും പറഞ്ഞില്ല, മുത്തശ്ശിയും കൂടി വന്നോ. അങ്ങനെ അവർ 3 പേരും കൂടി ഡോക്ടറിൻ്റെ ക്യാബിലെത്തുവാണ്. ഈ സമയം ഡോക്ടർ ചോദിക്കണേ, പ്രിയങ്കയുടെ കണ്ടീഷനൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അല്ല, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രിയങ്ക ഭർത്താവിൻ്റെ ഒപ്പമാണ് ജീവിക്കുന്നത്? ഇപ്പോൾ ഭർത്താവിൻ്റെ ഒപ്പമൊന്നും അല്ല എന്ന് സൂര്യ പറയുവാണ്. അതേക്കുന്നത് സുകുമാരി പറയണേ, അതിനെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ കുറച്ചധികം തന്നെ പറയാനുണ്ട്. അല്ലെങ്കിൽ തന്നെ അതൊക്കെ എന്തിനായി ഡോക്ടർ അന്വേഷിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ചികിത്സയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. ഈ സമയം ഡോക്ടർ പറയണേ, അതെ, ഞങ്ങൾ നിങ്ങളുടെ കുടുംബ പ്രശ്നം അറിയാൻ വേണ്ടിയല്ല ചോദിച്ചത്. പ്രിയങ്കയുടെ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ അതിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ഞങ്ങൾക്ക് മനസ്സിലായി. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പ്രിയങ്ക ഗർഭിണിയാണ്. അത് കേൾക്കുന്നതും അവർ 3 വിശ്വസിക്കാനാവാതെ ഞെട്ടിലൂടെ നിൽക്കുക. ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത്? എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ? എല്ലാം വ്യക്തമായ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പ്രിയങ്ക ഗർഭിണിയാണ്. ഏകദേശം 2-3 മാസത്തോളം എങ്കിലും ആയിട്ടുണ്ടാവും. ഈശ്വര, ചതിച്ചോ ഭഗവാനെ, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ ആകെ തകർന്ന് വിശ്വസിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ് നിൽക്കുവാണ്. പിന്നീട് മുത്തശ്ശി നേരെ പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്കയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുവാണ് മുത്തശ്ശി. ഇതേസമയം പത്മിനി സൂര്യയും കൂടി ടെൻഷനിൽ അവിടെ നിന്ന് സംസാരിക്കുക. മോനെ, എന്തൊക്കെയാണ് കേൾക്കുന്നത്? പ്രിയങ്ക ഗർഭിണിയാണെന്നോ? ഇതെങ്ങനെ സംഭവിച്ചു? ഇനി സുകുമാരിയമ്മ എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടാൻ പോകുന്നത്? ആരായിരിക്കും അവളുടെ ഗർഭത്തിന് ഉത്തരവാദി? അന്നേരം സൂര്യ വരണേ, മറ്റാരാകാനാ? കുറേ നാൾ അവൾ ആ നാടോടി സംഘത്തിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അവിടെ എവിടെന്നെങ്കിലും വെച്ച് സംഭവിച്ച അബദ്ധമായിരിക്കും. മോനെ, നമ്മളിനി എന്തു ചെയ്യും?
ഇനി എന്തൊക്കെയാ ആ സുകുമാരിയമ്മ ചെയ്തു കൂട്ടാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അവർ ഇതൊരു ആയുധമൊക്കെയല്ലേ എടുക്കുകയുള്ളൂ. എന്താണെങ്കിലും നമ്മൾ നേരത്തെ വിചാരിച്ച പോലെ തന്നെ ചെയ്യണം. പ്രിയങ്ക ഇനി കണിമംഗലത്തേക്ക് കയറ്റാൻ പാടില്ല. തൽക്കാലം നമുക്കിപ്പോൾ തന്നെ പോകാം. ഇവിടുത്തെ ബില്ലെല്ലാം ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രിയങ്ക കണിമംഗലത്ത് നിന്നാൽ അത് നമ്മുടെ കുടുംബത്തിന് മൊത്തമായിട്ടും അപകടത്തിലാവും. അതുകൊണ്ട് അമ്മ എത്രയും വേഗം വാ, നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാം. അങ്ങനെ പത്നിയും കുട്ടി സൂര്യ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ പുറത്തെത്തി അവരെല്ലാവരും നോക്കുവാണ് കേട്ടോ. അങ്ങനെ പത്നിനെ സൂര്യനെ കാണാതെ അവിടെ എല്ലാം അന്വേഷിക്കുവാണ് സുകുമാരി അമ്മ. ഈ സമയം ഒരു സിസ്റ്ററെ കാണുമ്പോൾ ചോദിക്കണേ, അതെ എൻ്റെ ഒപ്പം ഉണ്ടായ 2-3 പേര് നിങ്ങൾ കണ്ടായിരുന്നോ? അവർ അമ്മയും മകനും അല്ലേ? അവർ കുറച്ച് മുമ്പ് പുറത്തേക്ക് പോയല്ലോ. ഓ അത് ശരി, അപ്പോൾ എല്ലാം അറിഞ്ഞ് സ്ഥലം കാലിയാക്കിയല്ലേ? ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് കാലിപ്പൂണ്ട് നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശി. ഈ സമയം വീണ്ടും ദേവൻ വിളിക്കുന്നുണ്ട്. ദേവൻ മുത്തശ്ശിനെ കാണാഞ്ഞിട്ട് കുറച്ചധികം നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാൽ സുകുമാരി ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അന്നേരം പെട്ടെന്ന് ദേവൻ വിളിക്കുമ്പോൾ ദേഷ്യത്തിൽ സുകുമാരി അമ്മ ഫോൺ എടുക്കുക. അമ്മ ഇതെവിടെയാ? എത്ര നേരം വിളിക്കുന്നു? അമ്മ ഇതെങ്ങോട്ട് ആരോടും പറയാതെ രാവിലെ തന്നെ പോയത്? അന്നേരം മുത്തശ്ശി പറയണേ, അതെ ദേവ, നീ എത്രയും പെട്ടെന്ന് തന്നെ കുറച്ചധികം പണം സംഘടിപ്പിച്ച് വെച്ചോ. പണോ? എന്തിനാ അത്? കുടുംബത്തിലെ വലിയ വലിയ ചിലവുകളൊക്കെ വരാൻ പോകുക. ഉടനെ തന്നെ ഒരു തൊട്ടിൽ കെട്ടേണ്ടി വരും. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം ദേവൻ പറയണേ, അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണെങ്കിലും അമ്മ അമ്പലത്തിലാണെന്ന് തോന്നുന്നു. ഭാഗ്യം, അമ്മക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇപ്പോൾ ആ ശ്വാസം ഒന്ന് നേരെ വീണത്. അല്ല അമ്മ എന്താ പറഞ്ഞത്? പൈസ വേണമെന്നോ കുറേ ചിലവുള്ള കാര്യം നടക്കാൻ പോകുവാണെന്നോ ഉടനെ ഒരു തൊട്ടിൽ കിട്ടേണ്ടി വരും എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. പരസ്പര ബന്ധമില്ലാതെ എന്തോ സംസാരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അതേക്കുന്നത് യശോദ ചിരിച്ചുകൊണ്ട് പറയണേ, എനിക്ക് മനസ്സിലായി. അതെ, നമ്മുടെ രാധികമോൾക്ക് വിശേഷം ഉണ്ടാകും. ചിലപ്പോൾ രാധികമോളെ അമ്പലത്തിൽ വെച്ച് അമ്മ കണ്ടു കാണും. അങ്ങനെ അറിഞ്ഞതായിരിക്കും അമ്മ ഈ കാര്യം. അല്ല, രാധികമോൾക്ക് അങ്ങനെ വിശേഷം ഉണ്ടെങ്കിൽ അവൾ ആദ്യം വിളിച്ച് പറയുന്നത് നമ്മളെ ആയിരിക്കില്ലേ? മാത്രമല്ല അമ്മ ഇതറിഞ്ഞ സന്തോഷത്തോടെ നമ്മളോട് എന്തിനാ തൊട്ടിൽ കേട്ടുന്ന കാര്യമൊക്കെ പറയുന്നത്. അന്നേരം യശോദ പറഞ്ഞേ, അമ്മയുടെ ചില നേരത്തെ സ്വഭാവം ദേവേട്ടനറിയാവുന്നതല്ലേ? വായി തോന്നുന്നേക്കല്ലേ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ അറിയാതെ വായിന്ന് വീണു പോയതായിരിക്കും ഇക്കാര്യം. രാധികമോളുടെ ഒരു കുഞ്ഞിനെ തലോണിക്കണം എന്നുള്ളത് നമ്മുടെ എത്രയോ നാളത്തെ ആഗ്രഹമാണ്. അത് നടക്കാൻ പോകുവാണെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഞാൻ മോളൊന്ന് വിളിക്കട്ടെ. ഈ സമയം രാധിക അവിടെ കണിമംഗലത്ത് പൂജാമുറി ഇരുന്ന് പ്രാർത്ഥിക്കുമായിരിക്കും കേട്ടോ. അന്നേരം ഒരിക്കും അമ്മയുടെ കോൾ വരുന്നത് കാണുന്നത്. രാധിക അങ്ങനെ സന്തോഷത്തോടെ ഫോൺ എടുക്കുക. മോളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നിട്ടും നീ ഞങ്ങളെ വിളിച്ചു പോലും വിവരം അറിയിച്ചില്ലല്ലോ. അതേക്കുന്നത് രാധിക പ്രിയങ്കയുടെ കാര്യമാണെന്ന് വിചാരിച്ച് ടെൻഷനോട് കൂടി നിൽക്കുക. അതമ്മേ, ഞാൻ പറയണം എന്ന് വിചാരിച്ചതാ. ഇത്ര സന്തോഷമുള്ളൊരു കാര്യം നടന്നിട്ട് നീ എന്താ പറയാത്തത്? സന്തോഷമുള്ള കാര്യമോ? അമ്മ എന്തായി പറയുന്നത്? ഇനിയിപ്പോൾ അത് അമ്മയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമായിരിക്കും. എന്നാലും മോൾക്ക് ഇത്ര നാണമുണ്ടോ ഞങ്ങളിൽ നിന്ന് വരെ മറച്ചു വെക്കാനായിട്ട്? മോൾക്ക് വിശേഷമുണ്ടല്ലേ? അമ്മയോട് ധാരാ പറഞ്ഞത്? വേറെ ആര് പറയാൻ? മുത്തശ്ശി പറഞ്ഞല്ലോ. ഒരു തൊട്ടിൽ കിട്ടാൻ സമയമായി എന്ന് മുത്തശ്ശി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എൻ്റെ അമ്മേ, മുത്തശ്ശി അത് വെറുതെ പറഞ്ഞതായിരിക്കും. എനിക്ക് വിശേഷമൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാനെന്തിനാ അമ്മയോടും അച്ഛനോടും പറയാൻ മടി കാണിക്കുന്നത്? അതാദ്യം തന്നെ വിളിച്ച് നിങ്ങളോടല്ലേ പറയുന്നത്. അപ്പം മോൾക്ക് വിശേഷമൊന്നുമില്ലേ? ഇല്ലമ്മേ. പിന്നെന്തിനാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞത്? സത്യം പറയാലോ മോളെ, അത് കേട്ടപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷവും പ്രതീക്ഷകളും ഒക്കെ ആയിരുന്നു. ആദ്യം അത് കേട്ടപ്പോൾ ദേവേട്ടൻ വിശ്വസിച്ചില്ല. പിന്നെ ഞാനാ പറഞ്ഞത് അത് സത്യം തന്നെയായിരിക്കുമെന്ന്. അത് കേട്ട് ദേവേട്ടൻ്റെ മനസ്സിലും കുറേ പ്രതീക്ഷകൾ തോന്നിയതാ. അങ്ങനെ സങ്കടത്തോടെ യശോദ ഫോണിങ്ങനെ കൈ പിടിച്ച് നിൽക്കുക. ഈ സമയം രാധിക പറഞ്ഞേ, ആമ്മേ, പിന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി നടന്നു. പ്രിയങ്ക ചെറുതായിട്ട് ഇന്നലെ സ്റ്റെപ്പിൽ നിന്നൊന്ന് വീണു. അവളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. എന്നാൽ രാധിക പറയുന്ന ഈ കാര്യമൊന്നും യശോദ കേൾക്കുന്നില്ല കേട്ടോ. യശോദ സങ്കടത്തിൽ ഫോൺ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം അവിടെ നിന്ന് തിരിച്ച് മറുപടിയൊന്നും കേൾക്കാത്ത കാരണം രാധികയെ ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് യശോദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ട് വരുണിൻ്റെ അരികിലേക്ക് എത്തുക. അതെ വരുൺ, അമ്മ വിളിച്ചിരുന്നു. ഒരു കാര്യം എന്നോട് ചോദിച്ചു. വിശേഷമുണ്ടോ എന്ന്? എന്ത് വിശേഷം? ആരുടെ വിശേഷത്തിൻ്റെ കാര്യമോ ചോദിച്ചത്? എൻ്റെ പൊട്ടാം, ഈ പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന വിശേഷം. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവില്ല വിശേഷം. ആ വിശേഷമല്ലേ ഇത്? അന്നേരം വരുണും കത്തുവാണ്ട. എന്നിട്ട് ശരിക്കും എനിക്ക് വിശേഷമുണ്ടോ? എനിക്കൊരു വിശേഷമില്ല. മുത്തശ്ശിയമ്മയോട് അങ്ങനെ പറഞ്ഞു എന്ന്. ഏത്, ആ സുകുമാരി തള്ളയോ? ആടാഗിരി അങ്ങനെയൊക്കെ പറഞ്ഞെന്നോ? അതെ. എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയില്ല. പാവം അച്ഛനും അമ്മയും അത് കേട്ടപ്പോൾ ഒത്തിരി പ്രതീക്ഷയിലായിരുന്നു. അന്നേരം വരുൺ പറഞ്ഞേ, അവർക്കത്തൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം സാധിച്ചു കൊടുക്കാന്നേ. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ നമ്മളങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. അയ്യോ, അതിന് പറ്റിയ സമയമില്ലേ ഇപ്പം? അതിനെന്താ ഈ സമയത്തിന് എന്താ കുഴപ്പം? വരണേ, കുറച്ചു കാലം മുമ്പ് വരെ മുത്തശ്ശിയുടെ ആഗ്രഹമല്ലേന്നായിരുന്നു, ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമല്ലേന്നായിരുന്നു. അതൊക്കെ സമയമാകുമ്പോൾ നടന്നോളും. അങ്ങനെ അവരോട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ സൂര്യൻ പത്മിനിയും തിരിച്ചെത്തുന്നത്. അങ്ങനെ അവരെ കാണുന്നത് മുത്തശ്ശി പ്രിയങ്കയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. എന്തായി, നിങ്ങളെന്താ പെട്ടെന്ന് നടന്നു പോകുന്നത്? അല്ല, അവരിവിടെ? അവർ തിരികെ ആറ്റുവശ്ശേരിയിലേക്ക് പോയോ? ഈ സമയം സൂര്യ പറയണേ, മുത്തശ്ശി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താ സംഭവിച്ചത്?
അത് പറയാം. ആദ്യം വരുണിൻ്റെ അധികം കൂടി വിളിച്ച് അവരോടും കൂടിയായിട്ടാണ് പറയാനുള്ളത്. ഈ സമയം സൂര്യ വിളിക്കുന്നത് കേട്ട് വരുണിൻ്റെ അധികം താഴത്തേക്ക് എത്തുക. എന്താ ഏട്ടാ പ്രിയങ്കയുടെ കാര്യം? അവൾ ഓക്കെ ആയോ? പ്രിയങ്കയെ ഡിസ്ചാർജ് ചെയ്തു. ആണോ? അമ്മേ, അവൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? എന്നെ അന്വേഷിക്കുക വല്ലതും ചെയ്തോ? എന്തു പറ്റി? വരുൺ, മറ്റൊരു ചെറിയ പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ചെറിയ പ്രശ്നമല്ല, അല്പം ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. പ്രിയങ്ക 3 മാസം ഗർഭിണിയാണ്. അത് കേൾക്കുന്നതും അവർ 3 പേരും ഞെട്ടി വിശ്വസിക്കാനാവാതെ നിൽക്കുക. സൂര്യ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അതേ മുത്തശ്ശി, സത്യം തന്നെയാണ് പറഞ്ഞത്. ഡോക്ടർ പരിശോധിച്ചത് അറിഞ്ഞ കാര്യമാണ്. ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ അസുകുമാരിയമ്മ പ്രിയങ്കയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ നീയാണെന്നും പറഞ്ഞ് ഇനി അടുത്തെന്തെങ്കിലും കഥ കേൾക്കും. അതും കൂടി കേട്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ വയ്യായിരുന്നു. അതാ ഞങ്ങൾ വേഗം ഇങ്ങ് പോകുന്നത്. അന്നേരം രാധികയാണെങ്കിൽ ആകെ വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തകർന്ന് നിൽക്കുക. ഈ സമയം പത്മിനി ചോദിക്കണേ, എന്തു പറ്റി മോളെ, എന്താ സംഭവിച്ചത്? അന്നേരം രാധിക പറയണേ, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ആലോചിക്കുമായിരുന്നു. പാവം, ഇത്രയും നാൾ കുടുംബത്തിൽ ഇങ്ങനെ തുടരുണ്ടായ പ്രശ്നങ്ങൾ കാരണം രണ്ടുപേരും ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. എനിക്കിഷ്ടമുള്ള നല്ലൊരു ജീവിതം തന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ കുറച്ച് നാളെങ്കിലും അവർ സമാധാനത്തോടെ ഉറങ്ങുന്നത്. അവർ പ്രിയങ്കയുടെ അവസ്ഥ അറിയുമ്പോൾ എങ്ങനെ സഹിക്കും? എന്നാലും അവൾക്ക് എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചത്? ഈ സമയം സൂര്യ പറയണേ, കുറേ നാൾ ഓർമ്മ പോലും ഇല്ലാതെ ആ നാടോടികളുടെ കൂടെ ആയിരുന്നില്ലേ? അവിടെ വെച്ച് എന്തെങ്കിലും അബദ്ധം പറ്റിയതാവാനേ സാധ്യതയുള്ളൂ. എന്താണെങ്കിലും അതൊന്നും നമ്മുടെ വിഷയമല്ല. ഈ സമയം മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും അസുകുമാരിയമ്മ വെറുതെ ഇരിക്കില്ല. അവർ ഈ കുറ്റം വരുണിൻ്റെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ നോക്കും. ആ പ്രിയങ്കയെ വരുണിൻ്റെ തലയിൽ തന്നെ കെട്ടിവെക്കാനായിരിക്കും ഇനി അവരുടെ ശ്രമം. ഒന്നാലോചിച്ചാൽ പ്രിയങ്കയുടെ കാര്യം കഷ്ടമുണ്ട്. പക്ഷേ എന്ന് കരുതി ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പഴി വരുണിൻ്റെ തലയിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല. അന്നേരം വരുൺ പറയണേ, എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഞാനും രാധികയും കൂടി ഇപ്പം തന്നെ ബഷീറിലേക്ക് പോകാം. അവിടെ വെച്ച് കാര്യങ്ങളെല്ലാം പറയാം. ഒരു കാരണവശാലും പ്രിയങ്ക ഇങ്ങോട്ട് അയക്കരുതെന്ന് ഇയാളുടെ അച്ഛനോടും കൊണ്ട് നമുക്ക് സംസാരിക്കാം. എന്നാൽ പിന്നെ അത് തന്നെയായിരിക്കും എത്രയും നല്ലത്. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം. ഇനി ഒരു കാരണവശാലും പ്രിയങ്ക ഈ കുടുംബത്തിലേക്ക് വരാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കോട്ടോ മുറ്റത്തൊരോട്ടോ വരുന്ന വെച്ചേക്കുന്നത്. അങ്ങനെ അത് കേട്ടവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പ്രിയങ്കയും കൂട്ടി അവിടെ എത്തുന്ന സുകുമാരി അമ്മയാണ് കേട്ടോ. അവർ തിരിച്ചു വന്നതറിഞ്ഞ് കൽപ്പന ഉർവശിയൊക്കെ താഴത്തേക്ക് വരുവാണ്. ഈ സമയം സുകുമാരി ചോദിക്കണേ, അത് ശരി, അപ്പോൾ നിങ്ങൾ അമ്മയും മോനും കൂടി അവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് തടിയൂരിയതാണല്ലേ? ഞങ്ങളെന്താ ഇങ്ങോട്ട് വരില്ലെന്ന് വിചാരിച്ചോ? നിങ്ങളെന്തിനാ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്ന് വളരെ ദേഷ്യത്തിൽ ചോദിക്കുക. അന്നേരം പ്രിയങ്കയെ ചേർത്ത് പിടിച്ച് മുത്തശ്ശി പറയണേ, പിന്നെ ഇവിടെ നിന്നല്ലേ ഹോസ്പിറ്റലിലേക്ക് പോയത്? അപ്പോൾ പിന്നെ ഇവിടേക്കല്ലാതെ എങ്ങോട്ടേക്ക് വരിക? ഇവളുടെ ഭർത്താവിൻ്റെ വീട് ഇതല്ലേ? ഇവിടെ സകല അവകാശത്തോടെയും ജീവിക്കാൻ അധികാരമുള്ളതാണ് എൻ്റെ പ്രിയങ്ക മോള്. പിന്നെ ഞാനിപ്പോൾ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഒപ്പം ഇവൾ ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അത് കേൾക്കുന്നതും കൽപ്പന ഉർവശിയും ഞെട്ടലോട് കൂടി വിശ്വസിക്കാനാവാതെ നിൽക്കുക. എന്താ പറയുന്നത്? പ്രിയങ്കയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അത് ശരി, അപ്പം നിങ്ങൾ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എൻ്റെ മോളെ 3 മാസം ഗർഭിണിയാണ്. ഈ നിൽക്കുന്ന വരുന്നുണ്ടല്ലോ, അവൻ്റെ കുഞ്ഞാണ് എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്നത്. അവനാണല്ലോ ഇവളുടെ കഴുത്തി താഴെയായിട്ട് ഭർത്താവ്. ഈ സമയം ഉർവശി പറയണേ, വരുൺ ഏട്ടത്തി എന്തൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്? വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇത് ചെറിയ കാര്യം വല്ലതുമാണോ? വരുണിൻ്റെ കുട്ടിയല്ലേ അവളുടെ വയറ്റിലുള്ളത്. അത് കേൾക്കുന്നതും വരുണിൻ്റെ അങ്ങ് ദേഷ്യം വരിക. അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അതിന് നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ശീലം നിങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ്. ഇനിയും ആ പണി തന്നെ തുടരാമെന്നാണ് വിചാരമെങ്കിൽ ഇതുപോലെ ഇനി അപ്പിയസ് ഉറക്കിയാൽ ഇവരുടെ ഒപ്പം നിങ്ങൾക്കും പുറത്തേക്ക് തന്നെ ഇറങ്ങാം. നിങ്ങൾ പറയുന്നത് പോലെ ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല. കുറച്ച് നാൾ കാട് കയറി നടന്നിട്ടുണ്ടായല്ലോ കൊച്ചുമോള്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് അവിടെ ചെന്ന് അന്വേഷിക്കേണ്ടി വരും. അല്ലാതെ കണിമംഗലത്തേക്കല്ല കയറി വരേണ്ടത്. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന വരുണിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്